മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരായ അന്വേഷണത്തിന് SIT രൂപീകരിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലി കേസ് അന്വേഷിക്കും. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങളെ മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നടന്ന ആദ്യഘട്ട പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നും ആരോപിച്ച് പരാതിക്കാർ നേരത്തെ കോടതിയെ സമീപിക്കുകയായിരുന്നു. നിലവിൽ ആലപ്പുഴ MLA AD തോമസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു അന്ന് പോലീസ് ഈ ഗൺമാന്മാരുടെ അതിക്രമം ഉണ്ടായത്. VV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയത്, അതായത് ഈ ഗൺമാന്മാർക്കെതിരായ അന്വേഷണമാണ്, അതിന് പ്രത്യേക സംഘം രൂപീകരിക്കുമെന്നായിരുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആണ് അന്വേഷണ ചുമതല. ആരൊക്കെയാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്? അതോടൊപ്പം സ്വാഭാവികമായും പുതിയ അന്വേഷണ സംഘം എത്തുമ്പോൾ ഏതൊക്കെ തലങ്ങളിലായിരിക്കും അന്വേഷണം? ഇനി ആ ഗൺമാന്മാരെ, അതായത് പ്രതിപട്ടികയിലുള്ള ആരോപണ വിധേയരായിട്ടുള്ള ഗൺമാന്മാരെ ചോദ്യം ചെയ്യുന്ന നടപടികൾ, അത് അവരെ വിളിച്ചു വരുത്തുന്ന നീക്കങ്ങളിലേക്ക് ഉടൻ തന്നെ നീങ്ങുമോ? ടോം, വളരെ വേഗത്തിലാണ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ ക്യാബിനറ്റ് കഴിഞ്ഞ് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യം പ്രഖ്യാപിച്ചതാണ്. അതിന് പിന്നാലെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വകുപ്പുകൾ സംബന്ധിച്ച് മന്ത്രിമാരുടെ കാര്യത്തിലുമൊക്കെ അന്തിമ തീരുമാനമായില്ലെങ്കിൽ കൂടി മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രഖ്യാപനത്തിൽ ഒരു കാര്യം കൂടി വളരെ വേഗത്തിൽ എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിലാണ് ഈ മർദ്ദനം നടന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ കരിങ്കൊടി വീശിയതിനാണ് പോലീസുകാർ ഇങ്ങനെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരാണ്. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ വിമർശനം ഉയർന്നത്, മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയ ശേഷം ഇവർ പിന്നാലെ വന്ന വാഹനങ്ങളിൽ നിന്നിറങ്ങി പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. 2 പേർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. സാധാരണ ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടാകുമ്പോൾ അവരെ പോലീസ് ജീപ്പിൽ അവിടെ നിന്ന് മാറ്റുകയാണ് അതിൻ്റെ ഒരു രീതി. മർദ്ദിക്കേണ്ട ആവശ്യം പോലുമില്ല. മാത്രമല്ല, ഇവരെ ഈ ഗൺമാന്മാർ മർദ്ദിക്കുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള പോലീസുകാർ മാറ്റി നിർത്തുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതിനു പിന്നാലെയാണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങുകയും AD തോമസിൻ്റെ ഉൾപ്പെടെ തലയിൽ മർദ്ദിക്കുകയും ചെയ്തത്. തോമസ് ഇപ്പോൾ MLA ആയി നിയമസഭയിലേക്ക് എത്തുകയാണ്. അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് SP ഷൗക്കത്ത് അലിക്കാണ്. TP വധക്കേസിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതികളെ പിടികൂടിയത് ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലായിരുന്നു. അങ്ങനെ സർക്കാർ ഒരു കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട്. അത് വളരെ വ്യക്തമാണ്. ആദ്യത്തെ ഒരു നടപടിയാണ് ഈ പോലീസ് അതിക്രമത്തിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചതിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം എടുക്കുന്ന ആദ്യത്തെ ഒരു പോലീസ് നടപടിയാണ്. അത് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. എന്തുകൊണ്ട് ഈ കാര്യം അത് VD സതീശൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. കാരണം നേരത്തെ ആണെങ്കിൽ കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചാൽ, യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചാൽ കോൺഗ്രസിൽ അധികാരത്തിലെത്തുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾ മറന്നു കളയാറാണ് പതിവ്. പക്ഷേ ഇത്തവണ അങ്ങനെ മറക്കില്ല എന്ന കാര്യം VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ 15 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. 5 പേരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. നേരത്തെ FIR എടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. അന്ന് LDF ഭരണകാലമായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ഈ കേസ് മാത്രമല്ല, എറണാകുളത്ത് മാധ്യമപ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അവിടെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഈ ബസ്സിന് നേരെ ഷൂ എറിഞ്ഞതിൻ്റെ പേരിലാണ്. ആ സംഭവത്തിൽ ഒന്നും ഉൾപ്പെടാതെ ആ ഒരു ക്യാമറയുടെ ഫ്രെയിമിൽ മാത്രം ഉണ്ടായിരുന്ന ആ മാധ്യമപ്രവർത്തകയും ഷൂ എറിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവും തമ്മിൽ ഗൂഢാലോചന നടത്തിയെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടപടി. ബസ്സിലേക്ക് ഒരു റബ്ബർ ഷൂ എറിഞ്ഞതാണ് സംഭവം. പക്ഷേ അതിനെടുത്ത കേസ് കൊലക്കുറ്റത്തിനുള്ള കേസാണ് എടുത്തത്. അത്തരത്തിലുള്ള നടപടികൾ പലതും ഉണ്ടായി. ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ആലപ്പുഴയിൽ മർദ്ദിച്ചപ്പോൾ അതിന് മുഖ്യമന്ത്രിയുടെ വാദമായിരുന്നു ഏറ്റവും വിചിത്രമായിരുന്നത്. അത് രക്ഷാപ്രവർത്തനം എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അവർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി, അവർ ബസ്സിന് മുന്നിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി തൻ്റെ ഗൺമാന്മാർ അവരെ മാറ്റുകയായിരുന്നു എന്ന കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ആവർത്തിച്ചുള്ള വാർത്താ സമ്മേളനങ്ങൾ, തുടരെയുള്ള വാർത്താ സമ്മേളനങ്ങളിൽ ഇതേ കാര്യം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. രക്ഷാപ്രവർത്തനം എന്ന വാക്ക് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. ഈ പോലീസ് ലാത്തിച്ചാർജ് തീർച്ചയായും വിനോദ്, അതാണ് കാരണം. ഈ പോലീസ് ഭീകരത കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മളത് കണ്ടതാണ്. പക്ഷെ അതിനെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി. പക്ഷേ ഇനി കാര്യങ്ങൾ മാറുകയാണ്. UDF സർക്കാർ വരുമ്പോൾ
അന്ന് എടുത്ത പല കള്ളക്കേസുകളുമുണ്ട്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ പലർക്കെതിരെയും വധശ്രമത്തിന് പോലും കേസെടുത്തിട്ടുണ്ട്. അതായത് സാധാരണ പ്രതിഷേധം ഒരു രാഷ്ട്രീയ പ്രതിഷേധങ്ങളെപ്പോലും ആ രീതിയിൽ അമർച്ച ചെയ്യുന്ന, പ്രത്യേകിച്ച് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയായിരുന്നു പല കേസുകളും എടുത്തത്. ആ കേസുകളൊക്കെ എഴുതിത്തള്ളാനുള്ള നീക്കങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിൽ തന്നെ ഉണ്ടാകുമോ? ടോം, ഈ സമരങ്ങളിൽ തന്നെ വിവേചനപരമായി പോലീസ് ഇടപെട്ടു എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. കാരണം ഈ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് നേരെ പലയിടങ്ങളിലായി SFIയുടെ സമരങ്ങളുണ്ടായിരുന്നു. ഗവർണർ നട റോഡിൽ തന്നെ കസേരയിട്ടിരിക്കുന്ന സാഹചര്യമുണ്ടായി. പല ഘട്ടങ്ങളിൽ അദ്ദേഹം വാഹനം നിർത്തി അതിൽ നിന്ന് പുറത്തിറങ്ങി SFI പ്രവർത്തകർക്ക് നേരെ ആക്രോശിക്കുന്ന നിലയുണ്ടായി. അപ്പോഴൊന്നും തന്നെ പോലീസിൻ്റെ മർദ്ദനം ഉണ്ടായിട്ടില്ല. SFIക്കാരെ ആ തരത്തിൽ മർദ്ദിക്കുകയോ അങ്ങനെയുള്ള നടപടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. ഇവിടെ എ ഡി തോമസും മറ്റൊരു പ്രവർത്തകനും മാത്രമാണ് ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാഹനം ബസ് കടന്നു പോവുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അതിന് സമീപത്തൊരു കടയ്ക്ക് മുന്നിലേക്ക് ഈ പ്രവർത്തകർ രണ്ടുപേരെയും മാറ്റുകയും ചെയ്തു. ഈ സമയത്താണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങുകയും പിന്നാലെ വന്ന വാഹനത്തിൽ നിന്നാണ് അവരിങ്ങനെ തലയ്ക്കടിക്കുകയും ചെയ്യുന്നത്. പോലീസിൻ്റെ ലാത്തിചാർജുമായി ബന്ധപ്പെട്ട് തന്നെ അതിൽ പറയുന്നത് ഇങ്ങനെ തലയ്ക്കടിക്കാൻ പാടില്ല എന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ അവിടെ അടിച്ചു എന്നത് മാത്രമല്ല, മറ്റ് പോലീസുകാർ മാറ്റി നിർത്തിയ പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി മർദ്ദിക്കുന്നത്. അതിനുശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥർ പോവുകയും ചെയ്തു. രക്ഷാപ്രവർത്തനമാണ് നടത്തിയതെന്ന മുഖ്യമന്ത്രിയുടെ ഒരു വാദം വരികയും ചെയ്തു. അദ്ദേഹം ആ വാദത്തിൽ പിന്നെയും ഉറച്ചു നിൽക്കുന്ന കാര്യവുമുണ്ടായി. ടോം ചോദിച്ച മറ്റൊന്ന് ഈ കേസുകൾ എഴുതി തള്ളുമോ എന്നതാണ്. അത് സ്വാഭാവികമായും അങ്ങനെയായിരിക്കും. ഏത് സർക്കാരാണോ അധികാരത്തിൽ വരുന്നത് ആ സർക്കാരുകൾ അവരുടെ പ്രവർത്തകർക്കുള്ള കേസുകൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെ കേസുകൾ ഒഴിവാക്കുന്നത് രീതിയാണ്. ഇവിടെയും അത്തരത്തിൽ കേസുകൾ എഴുതിത്തള്ളും. മറ്റൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ടോം. കാരണം SFIയുടെ സമരം ഇപ്പോൾ തന്നെ പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷയിലെ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ SFIയുടെ സമരം നടക്കുന്നുണ്ട്. ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട സമരങ്ങളാണ്. DYFIയുടെ സമരങ്ങളുണ്ട്. ഇനി ഈ സർക്കാരിൻ്റെ പ്രവർത്തന കാലങ്ങളിൽ തീർച്ചയായും SFIയുടെയും DYFIയുടെയും സമരങ്ങളുണ്ടാകും, കരിങ്കൊടി പ്രതിഷേധമുണ്ടാകും. അപ്പോഴും പോലീസ് ഇങ്ങനെ മർദ്ദിക്കാൻ പാടില്ല എന്നത് തന്നെയാണ്. മാത്രമല്ല, എപ്പോഴാണ് കായികമായ ഒരു ബലപ്രയോഗം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്? അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉത്സവപ്പറമ്പിലൊക്കെ വലിയ ആൾക്കൂട്ടം ബഹളമുണ്ടാക്കുന്നു, അക്രമാസക്തമാകുന്ന നിലയിലേക്ക് പോകുമ്പോൾ പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അതിന് തന്നെയാണ് പോലീസിന് ആയുധങ്ങൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരം അക്രമാസക്തമായാൽ തീർച്ചയായും അവിടെ രാഷ്ട്രീയം നോക്കാതെ പോലീസിന് ആക്ട് ചെയ്യേണ്ടി വരും, അവിടെ മർദ്ദിക്കേണ്ടി വരും. അവിടെ KSU ആണോ SFI ആണോ എന്ന് ABVP ആണോ എന്ന് നോക്കിയിട്ടല്ല മർദ്ദിക്കുന്നത്, പോലീസിന് മർദ്ദിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ നാട്ടിൽ അരാജകത്വമുണ്ടാകും, അക്രമം അഴിച്ചുവിടാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ ഈ കരിങ്കൊടി പ്രതിഷേധം എന്നൊക്കെ പറയുന്ന 2-3 പേർ വഴികരിയിൽ നിന്ന് ഈ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഒക്കെ പോകുമ്പോൾ അത് വീശി കാണിക്കുന്നതാണ്. അതിൽ ഇത്രയും പ്രകോപിതരാകേണ്ട കാര്യമുണ്ടോ, ഇങ്ങനെ മർദ്ദിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഏതായിരുന്നാലും ഷൗക്കത്ത് അലിക്ക് ഇതിൻ്റെ അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ആണ്. നേരത്തെ TP കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ്. 5 ഉദ്യോഗസ്ഥർ കൂടി ഈ ടീമിലുണ്ട്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഒരു തുടക്കത്തിലുള്ള നടപടിയായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ടോം, വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയത് ഞങ്ങളൊന്നും മറക്കില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പലരെയും വേട്ടയാടിയിട്ടുണ്ട്. തീർച്ചയായും അതൊരു രാഷ്ട്രീയ പ്രതികാരമല്ല, പക്ഷേ ശക്തമായ നടപടി സ്വീകരിക്കും, കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന കൃത്യമായ സന്ദേശമായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ വാർത്താ സമ്മേളനം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.